റഷ്യയുടെ T-14 എന്ന് പറയുന്ന ടാങ്ക് ഇന്ത്യക്ക് നൽകാൻ അവർ സമ്മതിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഉടനെ അത് വാങ്ങും. ഇന്ത്യൻ കരസേനയ്ക്ക് വൻ കരുത്തായി മാറുന്ന ടാങ്കാണ്. നേരത്തെ നമ്മൾ T-90 ബാറ്റിൽ ടാങ്ക് ഭീഷ്മ എന്ന് പേരിട്ട ടാങ്ക് നമ്മുടെ കയ്യിൽ റഷ്യയുടേത് ഓൾറെഡി ഉണ്ട്. നമ്മുടെ സ്വന്തം DRDO സ്വയം നിർമ്മിച്ച അർജുൻ അടക്കമുള്ള ടാങ്കുകളുണ്ട്. അപ്പോൾ T-14 കൂടെ എത്തുന്നതോടുകൂടി നമ്മളുടെ കരുത്ത് വലിയ മടങ്ങോടുകൂടി വർദ്ധിക്കുകയില്ലേ? അതെ, ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് സ്വമേധയാ റഷ്യ പറയുകയാണ്, ഇങ്ങോട്ട് വരൂ, ഞങ്ങളിത് തരാം എന്ന് പറയുകയാണ്. അതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ സാമ്പത്തിക രംഗം വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സോഴ്സ് കോഡ് ഉൾപ്പെടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് തരാമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും മറ്റൊരു രാജ്യത്തിനും ഇത്തരത്തിലുള്ള ഒരു ഡീലുമായിട്ട് റഷ്യ പോകുന്നതുമില്ല. അതായത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും സഹിതം ഞങ്ങൾ തരാമെന്ന് അവർ വളരെ കാര്യമായിട്ട് പറയുന്നത് ഇന്ത്യയോട് മാത്രമാണ് എന്ന് കൂടിയാണ്. അപ്പോൾ അവരുടെ മെയിൻ ബാറ്റിൽ ടാങ്കാണ് ഈ T-14 അർമാറ്റ ടാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താമെന്നും അർമാറ്റയുടെ നിർമ്മാതാക്കളായിട്ടുള്ള ഉറാവ ഗോൺസാവോദ് ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് സഹകരിച്ച് ഈ ഒരു ടാങ്കിൻ്റെ ഇന്ത്യൻ പതിപ്പ് വികസിപ്പിക്കാനുള്ള സന്നദ്ധതയും കമ്പനി അറിയിച്ചിട്ടുണ്ട്. അടുത്ത തലമുറ മെയിൻ ബാറ്റിൽ ടാങ്ക് വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയിലാണ് ഈ അർമാറ്റയെ നമ്മൾ അടിസ്ഥാനമായി ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അടുത്ത തലമുറ മെയിൻ ബാറ്റിൽ ടാങ്ക് പദ്ധതി ഇന്ത്യയുടെ കോമ്പാറ്റ് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുമായി ചേർന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്വകാര്യ പ്രതിരോധ കമ്പനികളുമായിട്ടൊക്കെ ചേർന്നിട്ടോ ആയിരിക്കും, ഈ ഒരു സംയുക്തമായിട്ടായിരിക്കും എന്തായാലും ഈ റഷ്യൻ കമ്പനി ഇത് നിർമ്മിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ നയത്തിൻ്റെ ഭാഗമായ ടാങ്കിൻ്റെ ഉൽപ്പാദനം നമ്മൾ ഇവിടെ തന്നെയാണ് നടത്തുക. നമ്മൾക്കറിയാം, INS തമലിൻ്റെ കാര്യം അറിയാം. നമ്മൾ അവസാനത്തെ ഒരു ടാങ്ക് അവിടെ റഷ്യയിൽ നിർമ്മിച്ചതാണ്. അതിന് ശേഷം ഇനി നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നീട് അറിയുന്നു പ്രോജക്റ്റ് 18 എന്ന് പറയുന്ന ഭീമാകാരനായിട്ടുള്ള ഒരു യുദ്ധ കപ്പൽ വരുന്നു എന്നുള്ള, അതെ, അത് കൂടി വരുന്നു എന്നുള്ളതാണ്. എല്ലാ സന്നാഹങ്ങളുമുണ്ട്. എന്തെല്ലാം ഒത്തിണക്കാവോ അതെല്ലാം ഒത്തിണക്കിക്കൊണ്ട് സർവ്വസന്നാഹങ്ങളോടും കൂടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് 18 എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നിർമ്മാണം നമ്മുടെ രാജ്യത്ത് അതിൻ്റെ ബ്ലൂ പ്രിൻ്റൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾക്ക് ഈ ഒരു അർമാറ്റ ടാങ്ക് തരാമെന്ന് റഷ്യ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അറിയിച്ചിട്ടുള്ളത്. മേക്ക് ഇൻ ഇന്ത്യ നയത്തിനനുസരിച്ച് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭ്യമായിട്ടുണ്ടെങ്കിൽ പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കുന്നതിന് വേണ്ടി സംയുക്ത സംരംഭത്തിന് 70% വരെ സർക്കാർ ഫണ്ട് ലഭ്യമാക്കുകയും ചെയ്യും. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന T-90 ഭീഷ്മ ടാങ്ക് ഈ പറയുന്ന കമ്പനി തന്നെ, അതായത് ഉറാവ ഗോൺസാവോദ് വികസിപ്പിച്ചിട്ടുള്ള T-90 മെയിൻ ബാറ്റിൽ ടാങ്കിൻ്റെ ഇന്ത്യൻ വേർഷനാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ത്യക്ക് അവർ കൈമാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ് കേട്ടോ. എന്താണ്? പ്രോജക്റ്റ് 18 വിമാനവാഹിനി കപ്പലല്ല, ഡിസ്ട്രോയർ ഷിപ്പാണല്ലേ? ഡിസ്ട്രോയർ ആണ്, ശരിയാണ്. എനിക്കൊന്ന് തെറ്റി. എന്തായാലും നമ്മൾ തിരുത്തി. അതെ. അപ്പോൾ ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഹെവി വെഹിക്കിൾ ഫാക്ടറിയാണ് ടാങ്ക് നിർമ്മിക്കുന്നത്. നിലവിൽ ഈ ടാങ്കിൻ്റെ ഉൽപ്പാദനത്തിൽ 83% ഇന്ത്യൻ ഘടകങ്ങളാണ് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. നിർണായകമായിട്ടുള്ള ടാങ്കിൻ്റെ എൻജിൻ ഘടകങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അതായത് ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള സഹകരണമാണ് റഷ്യയുടെ അധികൃതർ ഈ അർമാറ്റയുടെ കാര്യത്തിലും പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന T-72 ടാങ്കുകൾക്ക് പകരക്കാരനായിട്ട് അടുത്ത തലമുറ മെയിൻ യുദ്ധ ടാങ്കുകൾക്കായിട്ടാണ് അന്വേഷണം തുടങ്ങിയത്. അതാണ് ഇതിൽ വന്ന് നിൽക്കുന്നത്. വിദേശ കമ്പനികളുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് അത്യാധുനിക മെയിൻ ബാറ്റിൽ ടാങ്കിൻ്റെ വികസനം തന്നെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ പദ്ധതിയിലേക്കാണ് ഈ അർമാറ്റ ടാങ്കിൻ്റെ കമ്പനി നമ്മളോട് താല്പര്യം അറിയിക്കുന്നത്. 1500 കുതിരശക്തി കരുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന 12N 360 ഡീസൽ എഞ്ചിനാണ് ഇതിന് ടാങ്കിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള എഞ്ചിനാണ് ഇതെന്നാണ് ഈ റഷ്യൻ കമ്പനി അവകാശപ്പെടുന്നതും. 12 ഗിയർ പവർ ട്രാൻസ്മിഷനാണ് ഈ ടാങ്കിനുള്ളത്. പരമാവധി 80 കിലോമീറ്റർ വേഗതയിൽ ഇതിന് സഞ്ചരിക്കാനും കഴിയും. ഇന്ധനം നിറച്ചുകൊണ്ട് 500 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുകയും ചെയ്യാം.
മെയിൻ ബാറ്റിൽ ടാങ്കുകളിൽ കരുത്തൻ എന്ന് തന്നെയാണ് ഇതുവരെയും അർമാറ്റയെ നമ്മൾ വിലയിരുത്തി കാണുന്നത്. ഇതിൻ്റെ രൂപകൽപ്പന തന്നെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ളതാണ്. 3 പേർക്കാണ് ഈ ടാങ്കിൽ സഞ്ചരിക്കാൻ കഴിയുക. ടാങ്കിൻ്റെ മുകൾ ഭാഗത്തുള്ള പീരങ്കി ഭ്രമണ സ്ഥൂലം നിയന്ത്രിക്കുന്ന ആളിനെ പുറത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അറ തന്നെ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ടാങ്കുകളിൽ നിന്ന് ഇവർക്ക് പുറത്തേക്ക് ഉയർന്നു നിൽക്കുന്ന തരത്തിലാണ് ഇരിക്കാൻ കഴിയുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് ഫയർ കൺട്രോൾ സംവിധാനം ആക്രമണ സമയത്ത് ഇതിൻ്റെ നിയന്ത്രണം അനായാസമാക്കുന്നുണ്ട്. 125 AM പീരങ്കിയാണ് ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്നത്. ലേസർ ഗൈഡഡ് മിസൈലുകളെ വരെ ലക്ഷ്യസ്ഥാനത്തേക്ക് അയക്കാൻ സഹായിക്കുന്ന പീരങ്കിയാണിത്. ഇതോടൊപ്പം ടാങ്ക് വേദ മിസൈലുകളും പ്രയോഗിക്കാൻ കഴിയും. ഇതിൻ്റെ ഭാവി പതിപ്പുകളിൽ 152 AM പീരങ്കികളാകും ഉപയോഗിക്കുക എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇതിനൊപ്പം തന്നെ 12.7 mm കോഡ് മെഷീൻ ഗൺ, മറ്റൊന്ന് 7.62 mm PKTM മെഷീൻ ഗൺ എന്നിവയാണ് ആയുധങ്ങളായിട്ട് ഉണ്ടാവുക. ഭാരം കുറഞ്ഞതും ബലമേറിയതും ഏറ്റവും കഠിനമായിട്ടുള്ള ഏത് തരത്തിലുള്ള കഠിനമായിട്ടുള്ള താപത്തെ പ്രതിരോധിക്കുന്നതുമായിട്ടുള്ള 44 SSV SH സ്റ്റീൽ, സെറാമിക് എന്നിവ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പോസ്റ്റ് ആർമർ ഉണ്ട്. എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ എന്നിവ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പുറം ചേട്ട ഒരുക്കിയിരിക്കുന്നത്. ആക്രമണങ്ങളിൽ നിന്ന് ഉള്ളിലുള്ളവരെ സംരക്ഷിക്കാനായിട്ട് ഈ ഒരു സംവിധാനത്തിന് കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. ടാങ്കിന് നേരെ വരുന്ന മിസൈലുകൾ, പീരങ്കി ഷെല്ലുകൾ എന്നിവയെ കണ്ടെത്തി പ്രതിരോധിക്കാൻ സജ്ജമാക്കുന്ന അഫ്ഗൈൻഡ് ഹാർഡ് കിൽ എന്ന ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സംവിധാനം കൂടി ഈ അർമാറ്റയ്ക്ക് ഉണ്ട് എന്ന് പറയുന്നു. ശത്രുക്കളുടെ നിരീക്ഷണ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് നേരിട്ടുണ്ടാകുന്ന ആക്രമണങ്ങളെ വളരെയധികം ഒഴിവാക്കാനുമാകും. ഉള്ളിലുള്ള ആയുധങ്ങളിൽ നിന്ന് വേർതിരിക്കാവുന്ന തരത്തിൽ ഇതിനുള്ളിലെ ക്രൂവിന് പ്രത്യേകം അറകളുണ്ട്. ടാങ്കിനെ നിയന്ത്രിക്കുന്ന ആളിന് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അറിയാൻ ക്യാമറ, സെൻസർ സംവിധാനങ്ങളുമുണ്ട്. ടാങ്കിന് ചുറ്റും എതിരാളികളുടെ റഡാറിൽ പതിയാതിരിക്കാൻ റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന പ്രത്യേക ഒരു കോട്ടിംഗ് തന്നെ, എനിക്ക് സ്റ്റെൽത്ത് കോട്ടിംഗ് ആയിരിക്കണം, അത് തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. കമാൻഡ് പോസ്റ്റുമായിട്ട് സുരക്ഷിതമായിട്ട് ആശയവിനിമയം നടത്താനുള്ള പ്രത്യേക സംവിധാനമുണ്ട്. അപ്പോൾ ഇതിന് പുറത്തു നിന്ന് ഒരാൾക്ക് വന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ്, സന്ദേശങ്ങളൊന്നും ചോർത്താൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ടാങ്ക് തന്നെയാണ് ഇന്ത്യ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. അപ്പം നമ്മുടെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു രീതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ റഷ്യ സ്വയം ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു. അതൊരു നല്ല സൂചന കൂടിയാണ് അല്ലേ? തീർച്ചയായും ഇന്ത്യയുടെ സൈനിക കരുത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും T-14 എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന മുന്നോട്ടുള്ള ഈ പ്രതിരോധ കരാറുകളിലെ ഒരു നാഴികക്കല്ലായിരിക്കും ഇത്. കാരണം സാമ്പത്തികമായി റഷ്യയെ പരാജയപ്പെടുത്താൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും അടക്കം ശ്രമിക്കുമ്പോൾ ഇന്ത്യയുമായിട്ട് ഒരു നല്ല സൗഹൃദത്തിലേക്ക് കൂടുതൽ വളരുകയാണ് റഷ്യ ഇപ്പോൾ ചെയ്യുന്നത്.